അപ്പോൾ നമുക്ക് റാഫെല്ലോ പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് പൗഡറും യൂസ് ചെയ്യാം. അപ്പോൾ വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ബീറ്ററിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ വിപ്പ് ചെയ്യാനെടുക്കുന്ന ബൗളും എല്ലാം എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുന്ന ബൗള് വേറൊരു ബൗളിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും. ക്രീം വിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബീറ്ററിൽ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ കുറച്ച് ആകുമ്പോഴത്തേക്കും ഹൈ സ്പീഡിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ബീറ്ററില്ല, വിസ്ക് വെച്ചിട്ടോ മിക്സിയുടെ ജാർ വെച്ചിട്ടോ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴും മിക്സിയുടെ ജാർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള മിക്സി ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് മിക്സിയുടെ ജാർ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം അതിൽ ക്രീം ഒഴിച്ച് വിപ്പ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ക്രീം നന്നായിട്ട് കിട്ടത്തില്ല. ക്രീം ഇവിടെ പാകത്തിന് വിപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരു സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ ക്രീം എടുത്തിട്ട് തിരിച്ചു വയ്ക്കുമ്പോൾ ഇത് തറയിൽ പോകുന്നില്ല, കണ്ടോ? അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ ക്രീം നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരിക്കലും ചൂടോടുകൂടി ചൈന ഗ്രാസ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, ക്രീം പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ ചൈന ഗ്രാസ് തണുക്കാൻ വയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ള നമ്മൾ അടുത്ത് വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് സെറ്റായി പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പുഡിങ്ങിനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈക്വൽ റേഷ്യോയിൽ പാൽപ്പൊടിയും പാലും കൂടെ ചേർത്ത് ഒരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതായത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിൽ 2 ടേബിൾ സ്പൂൺ തണുത്ത തന്നെ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇത് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്ക് ചൈന ഗ്രാസ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അതല്ലെങ്കിൽ അതിരുന്നങ്ങ് സെറ്റായി പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പുഡിങ്ങിനുള്ള മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ട്രേ എടുത്ത് അതിലേക്ക് സെറ്റ് ചെയ്യാം.
ഇനി ഞാനൊരു ട്രേ എടുത്ത് അതിലേക്ക് കുറച്ച് വാനില സ്പോഞ്ച് കേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഈ ക്രീമിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം മിക്സ് ഇവിടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റാപ്പിംഗ് പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റാഫെല്ലോ ക്യാൻഡി റെഡിയാക്കാം. അപ്പോൾ ഇതൊട്ടും നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റണം. ഓരോ കഷ്ണങ്ങളാക്കി റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞു. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് എടുത്ത് കൈയുടെ വെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നട്ട് അതിനകത്തൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ സോക്ക് ചെയ്ത് പീൽ ചെയ്ത് എടുത്തിട്ടുള്ള ആൽമണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ബോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോ ബോളായിട്ടെടുത്ത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഡിപ്പ് ചെയ്തൊന്ന് എടുക്കാം. ഇത് കാണുമ്പോൾ റാഫെല്ലോ ക്യാൻഡി പോലെ തന്നെയാണ് ടേസ്റ്റും, ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇപ്പോൾ പുഡിങ്ങൊക്കെ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിന് റാഫെല്ലോ ക്യാൻഡി നമുക്ക് ഇതുപോലെ ഒന്ന് പറക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഞാനിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആൽമണ്ടാണിത്. അത് സോക്ക് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ആൽമണ്ടാണ്. ഇത് നമുക്ക് 2 സൈഡിലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സോക്ക് ചെയ്ത് പീൽ ചെയ്തെടുത്തിട്ടുള്ള ആൽമണ്ടാണ്. ഇത് നമുക്ക് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പുഡിങ് ഇവിടെ കറക്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്